നോക്കിയത്. ഇനി നോക്കിയാലേ ആ കൊച്ചെ ഉരുക്കിപ്പോവും. റോണി പറഞ്ഞത് കേട്ടതും റോയ്സൺ പെട്ടെന്ന് നോട്ടം പിൻവലിച്ച് എന്നിട്ട് അവനെ നോക്കി. റോണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ ചേട്ടന്? ഈ വക കേസൊന്നും സാധാരണ ഏറ്റെടുക്കലില്ലല്ലോ, അതും ഫീസൊന്നും പറയാതെ. ഈശോയെ, ഇന്നേ സൂര്യൻ കിഴക്ക് തന്നെയാണാവോ ഉദിച്ചേ. സത്യം പറ റോയ്സ, നിനക്ക് ആ കൊച്ചിന് ഇഷ്ടമായില്ലേ? നമ്മുടെ അമ്മച്ചിയുടെ പ്രാർത്ഥന ഈശോ കേട്ടെന്ന് തോന്നുന്നു. റോയ്സൺ അവനെ കൂർപ്പിച്ച് നോക്കി. റോയ്സൺ പറഞ്ഞു, നീ ഇങ്ങോട്ടേ കയറി പോകുന്നേ. എനിക്ക് ഒരുത്തിയോടെ ഒരു പെണ്ണാക്കൂല്ല. പാപങ്ങളെ ഒരുപാട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ ഒരു സൽക്കർമ്മം, അത്രേ ഉള്ളൂ. നീ പെട്ടെന്ന് പോയി ആ കൊച്ചിനോടെ ഡീറ്റെയിൽസ് വാങ്ങി വെക്കി. ഓ പിന്നെ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞ് റോണി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി. അതേസമയം റോയ്സിൻ്റെ മനസ്സ് മുഴുവൻ ദേവകിയായിരുന്നു. രാത്രി വീട്ടിലെത്തി കിടക്കുമ്പോഴും ദേവകിയുടെ മുഖമാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. ഇതെന്താ എനിക്ക് പറ്റിയത്? ഒരു തവണ കണ്ടപ്പോൾ തന്നെ എങ്ങനെയാ എൻ്റെ മനസ്സിൽ കയറിക്കൂട്ടിയതവള്? ഉറക്കം പോലും വരുന്നില്ലല്ലോ, നാശം, റോയ്സൻ ചിന്തിച്ചു. അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ രാത്രി എങ്ങനെയോ റോയ്സനെ വിളിപ്പിച്ചു. പിറ്റേന്ന് ഓഫീസിലെത്തിയ ഉടൻ റോണിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. എന്താ ഇച്ചായ, NS ബിൽഡേഴ്സിൻ്റെ ഫയൽ ഞാൻ ഏൽപ്പിച്ചതാണല്ലോ, ഇപ്പം എന്താ വേറെ? അവൻ ചോദിച്ചു. അത് പിന്നെ ഇന്നലെ ഒരു പെണ്ണ് വന്നില്ലേ ഉച്ച കഴിഞ്ഞിട്ട്? എന്താ പേര്? ദേവകിയോ അങ്ങനെ എന്തോ. ആ കൊച്ചിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എടുക്കുക. ഓഹോ, ദേവകിയുടെയോ? അതില്ലേ, ദേവകി നമ്പറും ഡീറ്റെയിൽസൊന്നും തന്നില്ല. അതെന്ത് പറ്റി? ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കേസ് വാദിക്കുക? എങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യും? അതെ ചായ, നീ അതിന് കേസ് വാദിക്കുന്നില്ലല്ലോ. അതെന്താ? ഞാൻ കേസ് വാദിക്കുക എന്ന് അവളോട് പറഞ്ഞതാണല്ലോ. സന്തോഷത്തോടെ ഇറങ്ങിപ്പോയതല്ലേ അവള്. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ കേസിൻ്റെ ഡീറ്റെയിൽസ് തരുന്ന വഴിക്ക് ദേവിക്ക് നിൻ്റെ ഫീസ് ചോദിച്ചു. ഞാൻ ഫീസ് പറഞ്ഞു. അത് കേട്ടതും അവളെ സ്ഥലം വിട്ടു. നീ എന്തിനാ അവളോട് അതൊക്കെ പറയാൻ പോയേ? അതിൻ്റെ അവസ്ഥ അത് പറഞ്ഞതല്ലേ. റോയിച്ച, നിനക്കെന്ത് പറ്റി? നീയാണ് ആളുകളുടെ അവസ്ഥ നോക്കുന്നേ. റോയ്സൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ റോണിയെ കൂർപ്പിച്ച് നോക്കിയിട്ട് ക്യാബിനിലേക്ക് പോയി. റോയ്സൻ പോകുന്നത് റോണി ഒരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു. എന്നിട്ട് ഓഫീസിലെ ഈശോൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞു, എൻ്റെ കർത്താവേ, ആ മാലാക കൊച്ചിനെ എൻ്റെ ചെകുത്താൻ വക്കീല തന്നെ കൊടുക്കണേ. നമ്പർ വാങ്ങണമായിരുന്നു. റോണി മനസ്സിൽ ഓർത്തു. റോയ്സിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരുന്നു. കാരണം അവൾ അവനെ വിളിക്കുന്ന പോലെയൊക്കെ അവന് തോന്നി. അവൻ ടേബിളിൽ മുഖം വെച്ച് കിടന്നു. അപ്പോഴാണ് വീട്ടിലെ സിസിലിയെ എടുത്തി വിളിക്കുന്നത്. സിസിലിയെ വീട്ടിലെ ജോലിക്കാരിയാണ്. റോയ്സൺ ഫോൺ എടുത്തു. അമ്മച്ചിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്. ആ വിവരം പറയാനാണ് സിസിലിയെ എടുത്തി വിളിച്ചത്. അമ്മച്ചിയുടെ വിവരം കേട്ടതും റോയ്ച്ചനും റോണിയും കൂടി വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. അമ്മച്ചിക്ക് നല്ല അവശതയുണ്ടായിരുന്നു. BP ലോയായി ബാത്റൂമിൽ തലയിടിച്ച് വീണതാ. അതുകൊണ്ട് നെറ്റിയിലും കയ്യിലും പൊട്ടലുണ്ട്. അമ്മച്ചിയുടെ അവസ്ഥ 2 മക്കൾക്കും സഹിക്കാൻ പറ്റിയില്ല. കാരണം അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടും അവരെ നോക്കി വളർത്തിയത് അമ്മച്ചി ഒറ്റയ്ക്കാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അതെല്ലാം തരണം ചെയ്തത് അമ്മച്ചിയുടെ സ്നേഹം കൊണ്ടാണ്. എന്നാൽ അച്ഛനിൽ നിന്ന് അനുഭവിച്ച ദുരനുഭവങ്ങൾ റോയിച്ചിൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് ചെകുത്താൻ വക്കീലിൻ്റെ ഉത്ഭവത്തിന് പോലും കാരണമായത്. അമ്മച്ചിക്ക് കൂടെ നിന്ന് പരിചരിക്കാൻ ആൾ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അമ്മച്ചിക്കായി ഒരു ഹോം നേഴ്സിനെ വയ്ക്കാൻ നിർദ്ദേശിച്ചു. അതിനായി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരാളെ ഏർപ്പാടാക്കി. അമ്മച്ചി ഡിസ്ചാർജായ പിറ്റേന്ന് തന്നെ നേഴ്സ് ജോയിൻ ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഹോം നേഴ്സിനെ കൂട്ടാനായി അതിരാവിലെ റോണിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. എന്നാൽ ഫോൺ വിളിച്ചിട്ടും നേഴ്സ് എടുത്തില്ല. ഇതെന്ത് കഷ്ടാ, ഇവരെന്താ ഫോൺ എടുക്കാത്തെ? വന്നിട്ട് 1 മണിക്കൂർ ആവാറായല്ലോ. ഇനിയും ലേറ്റായ റോയിച്ചൻ എന്നെ കൊല്ലും. ഇന്നാണെങ്കിൽ ഓഫീസിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. റോണി പിറുപിറുത്തു. അപ്പോഴാണ് പിറകിൽ നിന്നൊരു വിളി. റോണി സർ. റോണി തിരിഞ്ഞു നോക്കി. അവന് ആളെ കണ്ടതും അതിയായ സന്തോഷമായി. ഈശോയെ, എൻ്റെ ഇച്ചായൻ്റെ മാലാക, അവൻ മനസ്സിലോർത്തു. ഹലോ, ഇതാര് ദേവകിയോ? സാറിന് ഓർമ്മയുണ്ടോ?
ഓർമ്മയില്ലാതെ പിന്നെ? താൻ അന്ന് എന്ത് പണിയാടോ കാണിച്ചേ? കേസ് ഡീറ്റെയിൽസ് ഒന്നും തരാതെ പോയില്ലേ? ഇച്ചാൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ആ അത് സാർ, വക്കീൽ ഫീസ് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്ര വലുതായിരുന്നു, അതാ. എന്നാലേ അത് ഇച്ചായനോട് പറഞ്ഞാൽ പോരെ? ശരിയാക്കി തരുമല്ലോ. അല്ല, ചോദിക്കാൻ വിട്ടു, താനെന്താ ഇവിടെ? റോണി ചോദിച്ചു. ആ അത് സാർ, ഞാൻ സാറിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോൺ ഓഫായിപ്പോയി. എന്നെയോ? അതെ സാർ, അമ്മച്ചിയെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സ് ഞാനാ. ഇത് കേട്ടതും റോണിക്ക് സന്തോഷമായി. എൻ്റെ ഇച്ചായന് ലോട്ടറി അടിച്ചല്ലോ. എനിക്ക് വയ്യ. എനിക്ക് ഉറപ്പായി ഈ കൊച്ചെൻ്റെ ഇച്ചായൻ്റെ. സാർ, സാർ എന്താ ആലോചിക്കുന്നത്? ദേവിക ചോദിച്ചു. ഹേ ഒന്നുമില്ല, നിമിത്തത്തെക്കുറിച്ച് ആലോചിച്ചതാ. എന്നെ വഴക്ക് കളിപ്പിച്ച താൻ തന്നെ അമ്മച്ചിയുടെ ഹോം നേഴ്സായല്ലോ. അയ്യോ സാർ, ഞാനന്ന് അതൊന്നും ഓർത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാടോ. ശരി, എന്നാൽ താൻ വന്ന് വണ്ടി കയറ. റോണി പറഞ്ഞു. റോണിയും ദേവികയും കൂടി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വണ്ടി ഓടിക്കുമ്പോഴും റോണിയുടെ മനസ്സിൽ മുഴുവൻ ദേവികയെ കാണുമ്പോഴുള്ള റോയിച്ചൻ്റെ സന്തോഷമായിരുന്നു. കാരണം റോണിക്കറിയായിരുന്നു, റോയിച്ചൻ്റെ മനസ്സ് പുറമേ ചെകുത്താൻ്റെ ആണെങ്കിലും ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന്. തനിക്കും അമ്മച്ചിക്കും വേണ്ടിയാണ് ചെകുത്താനായി മാറിയതെന്ന്. വീടെത്തി അമ്മച്ചിയെയും ദേവികയെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് റോണി റോയിച്ചൻ്റെ മുറിയിലേക്ക് പോയി. റൂമിൽ കയറിയത് റോണി കണ്ടത് കോടതിയിലേക്ക് പോകാൻ റെഡിയാവുന്ന റോയിച്ചനെയാണ്. ബ്രോ, ഹോ എത്തിയോ നീ? ഹാ എത്തി. എന്താടാ എല്ലാത്തിനും ഒരു നീട്ടം? ഹേ ഒന്നുമില്ല. ആ പിന്നെ നമ്മുടെ ഹോം നേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹോം നേഴ്സോ? അമ്മച്ചിയുടെ നേഴ്സ്. അല്ല, നിനക്കെന്താടാ ഒരിളക്കം? എടാ, നീ കോഴിത്തരം കാണിച്ച് പണി വാങ്ങല്ലേട്ടാ, റോയിച്ചൻ പറഞ്ഞു. ഹാ, ഞാൻ കാണിക്കില്ല. നീ കാണിക്കാതിരുന്നാ മതി എൻ്റെ ചായ, റോണി പറഞ്ഞു. പിന്നെ ഈ റോയിച്ചൻ പാലക്കൽ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കില്ല, റോയിച്ചൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഹാ അത് ശരിയാ. എന്നാലേ റോയിച്ചൻ പാലക്കൽ ഈ ഹോം നേഴ്സിൻ്റെ മുഖത്ത് നോക്കും. കാരണം ഈ നേഴ്സ് ദേവകിയാ. അന്ന് നമ്മുടെ ഓഫീസിൽ വന്നില്ലേ ആ ദേവകി. റോണി പറഞ്ഞത് കേട്ടതും റോയിച്ചൻ്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. അവനത് റോണിയുടെ മുമ്പിൽ നിന്ന് മറച്ചു. കാരണം ദേവകി ഇഷ്ടായെന്ന് സമ്മതിക്കാനുള്ള മടി തന്നെ. ഓ, ആ കുട്ടിയാണോ നേഴ്സ്? അല്ല, അതിന് ഞാൻ എന്ത് വേണം? അന്ന് അതിൻ്റെ കഷ്ടത കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിളക്കി, അത്ര തന്നെ. അല്ലാതെ എനിക്ക് അവളോട് ഒന്നുമില്ല. നീ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട. വേഗം പോയി റെഡിയാവ്, ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരേണ്ടി വരും, റോണിയോട് റോയിച്ചൻ പറഞ്ഞു. റോണി മനസ്സിൽ പറഞ്ഞു, ഓ ഈ ചെക്കത്താനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ കൊച്ചിന് ഇഷ്ടമാണെന്ന് സംബന്ധിച്ചാ റോയിച്ചൻ പാലക്കൽ ഇടിഞ്ഞു പോവുമോ? എടാ, നീ റെഡിയാകുന്നുണ്ടോ? ദേ ഇച്ചായ, 10 മിനിറ്റ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് റോണി ബാത്റൂമിലേക്ക് കയറി. റോണി കയറിയ പാടെ റോയിച്ചൻ ഓടി അമ്മച്ചിയുടെ റൂമിലേക്ക് എത്തി. അപ്പോൾ ദേവയ്ക്ക് അമ്മച്ചിയുടെ മുടി കെട്ടിവെക്കുകയായിരുന്നു. അമ്മച്ചിയുടെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അവന് അതിയായ സന്തോഷം തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ. കുറച്ചു നേരം അവരെ നോക്കി നിന്നുപോയി. അതിനിടയിൽ ദേവിക റോയിച്ചനെ കണ്ടു. ദേവി കണ്ടെന്ന് മനസ്സിലായതും റോയിച്ചൻ ഗൗരവഭാവം വിടാതെ അമ്മച്ചിയുടെ അടുത്തേക്ക് എത്തി.